കണ്ണിനും മനസ്സിനും കുളിർമയേകി തൃശൂർ അഷ്ടമിച്ചിറയിൽ സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. അഷ്ടമിച്ചിറ കോൾക്കുന്നിലാണ് നൂറുകണക്കിന് സൂര്യകാന്തി ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പ്രദേശവാസിയായ ചന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സൂര്യകാന്തി കൃഷി നാട്ടുകാർക്കും ഇപ്പോൾ കൗതുകമായിട്ടുണ്ട്. അഷ്ടമിച്ചിറ കോൾക്കുന്ന് നിവാസിയായ കൈലാൻ വീട്ടിൽ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത അരയേക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 2 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ ഇവിടെ സൂര്യകാന്തി തൈകൾ നട്ടുപിടിപ്പിച്ചത്. സുഹൃത്തും കർഷകനുമായ സിനോജാണ് ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചു നൽകിയത്. അത്യുൽപാദന ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാംസൺ സീഡിൽ നിന്നാണ് വിത്ത് ലഭിച്ചതെന്ന് സിനോജ് പറഞ്ഞു. ചന്ദ്രൻ നട്ട 4000-ഓളം തൈകളും വളർന്ന് 5 അടിയിലധികം ഉയരം വെച്ചു. ഭൂരിഭാഗം ചെടികളും പൂവിട്ട് കഴിഞ്ഞു. ചാണകപ്പൊടിയടക്കമുള്ള ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്നാണ് ചന്ദ്രന്റെ പ്രതീക്ഷ. ഇത് നമ്മൾ ചെയ്തപ്പോഴുണ്ടെങ്കിൽ വേറെ ചാണകപ്പൊടി, കോഴിക്കാട്ടം ഇങ്ങനെയുള്ള ആ ജൈവവളം മാത്രമേ കൊടുത്തുള്ളൂ. വേറെ നനയാണെങ്കിലും കുറച്ച് തന്നെ വേണ്ടു. വേനൽക്കാലത്തേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പൂക്കളും വന്നു, ഒരു മറ്റേ കീടമൊന്നും വരാതെ കൊണ്ട് വന്നു. രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. 90 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടുക. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകാനും ചന്ദ്രൻ ഉദ്ദേശിക്കുന്നുണ്ട്. 103 വയസ്സുള്ള അമ്മ കാർത്തിയായനിയും ഭാര്യ അംബികയും മക്കളും വലിയ പ്രോത്സാഹനമാണ് ചന്ദ്രന് നൽകുന്നത്. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ജൈവ കൃഷി രംഗത്തുള്ള ചന്ദ്രൻ 12 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രൻ. നിരവധി ആളുകളാണ് സൂര്യകാന്തി പൂവിട്ടത് കാണാനും ചിത്രങ്ങളെടുക്കാനും ദിനംപ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.